പറ്റിച്ചു വിടുവാണെന്ന് പറയാൻ പോയി. ബസ് സ്റ്റോപ്പ് അവിടെയാണെന്ന് പറഞ്ഞു ഗൈസ്. ലവ് ഉസ്ബെക്കിസ്ഥാൻ. ഇതാണ് നമ്മൾ വന്ന ട്രെയിൻ കണ്ടോ. ഇതിന് ഷാർക്ക് എന്നാണ് പറയുന്നത് കേട്ടോ ഈ ട്രെയിന്. എന്തോണ്ട് സുഖമാണോ മച്ചാമാരെ? എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഇതാ കണ്ടില്ലേ, നമ്മൾ ഗെറ്റപ്പൊക്കെ ഒന്ന് മാറ്റി സെറ്റ് ചെയ്താ. ഞാൻ സ്വെറ്റർ എടുത്ത് അകത്തിട്ട് ടീഷർട്ട് എടുത്ത് പുറത്തിട്ട്. എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യട്ടോ, കൊള്ളാമെന്ന്. ഇവിടെ ഒരു പട്ടിയുണ്ട് കഴിച്ച്. ഞാൻ ഇവിടെ ജസ്റ്റ് ഇവിടുന്ന് പോവാണ്. നമ്മൾ രണ്ട് ദിവസം താമസിച്ച ഹോസ്റ്റലാണിത്. $6 മാത്രമേ നമുക്കിവിടെ ചാർജ് വന്നുള്ളൂ കേട്ടോ താമസിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു പട്ടിയാണെങ്കിൽ വിഷയമാണ്. ഓക്കെ, ഈ ഒരു പട്ടിയാണെങ്കിൽ പ്രശ്നമാണ്. പുറകെ വന്നു കഴിഞ്ഞാൽ ഓടാനും പറ്റത്തില്ല. അതേ കണ്ടില്ലേ, ടെൻറ്റ് മോളിൽ വെച്ച് കെട്ടി ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. നല്ല കിടിലൻ സ്റ്റേ ആയിരുന്നു മച്ചാന്മാരെ. അടിപൊളി വൃത്തിയുള്ള നല്ല സൂപ്പർ ഒരു ഹോസ്റ്റലായിരുന്നു. പിന്നെ പട്ടിയെ പേടിയില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ല. എനിക്ക് പട്ടിയെ ഇച്ചിരി പേടിയുള്ളതുകൊണ്ട് പോകുമ്പോഴും വരുമ്പോഴൊക്കെ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതേപോലെ കഥ അങ്ങോട്ട് തുറക്കുക, പുറത്തേക്ക് ഇറങ്ങുക. അപ്പോൾ നമ്മൾ സമർക്കന്ദിനോട് വിട പറയുവാണ്. ഉസ്ബെക്കിസ്ഥാനിൽ സമർക്കന്ദിൽ നമ്മൾ 2 ദിവസം ഉണ്ടായിരുന്നു. നിങ്ങൾ കഴിഞ്ഞ 2 എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാവും. 2 എപ്പിസോഡിൽ ആ തൊപ്പിയൊക്കെ വാങ്ങിച്ചു. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വാങ്ങിച്ച തൊപ്പിയാണ്. സംഭവം കൊള്ളാം കേട്ടോ, നല്ല സെറ്റ് തൊപ്പിയാണ്. പക്ഷേ ഇന്നൊരു തണുപ്പ് കുറവുണ്ട്. അതിന് ഞാൻ ഇങ്ങനെ ഇട്ടേക്കുന്നതുകൊണ്ടാണോ എന്ന് അറിയാൻ വയ്യ. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിച്ചിട്ട് നേരെ ബുക്കാര എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഇവിടെ. ഉസ്ബെക്കിസ്ഥാനിൽ തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ബുക്കാര എന്ന് പറയുന്നത്. ഇവിടുന്ന് ബസ്സിലാണ് പോകുന്നത്. ബസ്സിൽ സമർക്കന്ദ റെയിൽവേ സ്റ്റേഷനിൽ പോകണം. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് 12:44 ട്രെയിൻ കാണിക്കുന്നുണ്ട്. ബുള്ളറ്റ് ട്രെയിൻ അല്ല നമ്മളിപ്പോൾ പോകുന്നത്. കാരണം ബുള്ളറ്റ് ട്രെയിൻ ഇനി ഈ സമയത്ത് അവൈലബിൾ അല്ല, ടിക്കറ്റ് അവൈലബിൾ അല്ല. അപ്പോൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. ഇവിടെ പലതരം കാറ്റഗറിയിലാണ് ട്രെയിനുകളുള്ളത്. ഷാർക്ക്, അതേപോലെ അൽഫോർസിയോ അങ്ങനെ എന്തോ ആണ്. ഞാൻ അത് ഇതിൽ കൊടുത്തേക്കാം, വീഡിയോയിൽ കൊടുത്തേക്കാം കറക്റ്റ് പേര്. അതാണ് ബുള്ളറ്റ് ട്രെയിൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ താമസിച്ച ആ ഒരു സിറ്റിയിലേക്ക് എത്തി. വളരെ മനോഹരമായിട്ടുള്ളൊരു കിഡിലൻ സ്ഥലം തന്നെയായിരുന്നു ഗൈസ് സമർക്കന്ദ്. നിങ്ങൾ ഒരു കാരണവശാലും സമർക്കന്ദ് എന്ന് പറയുന്ന ഈ ഒരു ലൊക്കേഷൻ മിസ് ചെയ്യരുത്. വളരെ നല്ല ലൊക്കേഷനാണ്, വളരെ നല്ല ആൾക്കാരാണ്. ഇന്ത്യൻസിന് ഒരുപാട് ഇഷ്ടമാണ് ഇവർക്കൊക്കെ. ഇവിടെ കണ്ടില്ലേ, ഇതെല്ലാം രാവിലെ ആകുമ്പോഴത്തേക്കും ബ്രെഡൊക്കെ ആയിട്ട് ആൾക്കാർ ഇവിടെ ഓപ്പൺ ആവും. കണ്ടില്ലേ, ബ്രെഡൊക്കെ ആയിട്ട് പോകണുണ്ടല്ലേ. ഇവരുടെ ആ ഒരു ട്രഡീഷണൽ നാനാണ് ബ്രെഡ് എന്ന് പറയുന്നത്. ബസ്സിൽ കയറി നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ പറ്റുമെന്നാണ് ഞാൻ നോക്കാൻ പോകുന്നത്. നമുക്ക് എന്തായാലും നോക്കാം ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ എങ്ങനെയാണെന്ന്. നൈസാണ്, ആൾക്കാരൊക്കെ ആയിട്ട് മിങ്കിളായിട്ടൊക്കെ സെറ്റായിട്ട് പോകാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വലിയ പാടില്ല, ഇങ്ങനെ സംസാരിച്ചിട്ട് ഇവരെ കാണിച്ചു കൊടുക്കാം. മലയാളം പറഞ്ഞാലും മതി, കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഞാൻ ഇന്നലെ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നേ. മലയാളം ഉസ്ബെക്കാണ് സെലക്ട് ചെയ്തേക്കുന്നത്. നമുക്ക് ആരുടെടുത്തെങ്കിലും ഒക്കെ ചോദിക്കാം. ചോദിച്ചു നോക്കട്ടെ. സമർക്കന്ത് തെമീർ റോലി वॉक्साल हाँ समरकंद वॉक्साल नो टैक्सी बस स्टॉप ओके 1 मिनट बस स्टॉप Avtobus? हाँ No. Malibu. Şimdi avtobus önce neyin kadar vokzal? Sevmeye kadar. कैन यू स्पीक 1 मिनट. वो ट्रांसलेटर സമയത്ത് വർക്കും ചെയ്യുന്നില്ലല്ലോ ഗൈസ്. ട്രാൻസ്ലേറ്റ് ഹിന്ദുസ്ഥാൻ യു ഉസ്ബെക്ക് ആണ് കേട്ടോ. Avtobus her yerde türedi. Moşunu yoniga. അവൻ ബസ്സിൽ നിന്ന് വളരെ അകലെയാണ്. ഓ അത് കുഴപ്പമില്ല, എനിക്ക് ബസ്സിലാണ് പോകേണ്ടത്. ബസ് സ്റ്റോപ്പ് എവിടെയാണെന്ന് പറഞ്ഞു തരാമോ? ഓക്കെ താങ്ക് യു റഹ്മത്ത്. ബൈ. പറ്റിച്ചു വിടുവാണെന്ന് അറിയാൻ പോയി. ബസ് സ്റ്റോപ്പ് എവിടെയാണെന്ന് പറഞ്ഞു ഗൈസ്. നമ്മളിപ്പോൾ ട്രാൻസ്ലേറ്റർ വിളിക്കുന്നു. Uç avtobus boradı. 3. rakamı 3 ബസ്സുകളുണ്ട്. ഓക്കെ സമയം അറിയാമോ? സമയം No. Şöyle teorin kledos avtobus. ഓക്കെ താങ്ക് യു റഹ്മത്ത്. ഗൈസ് സമയം അറിയത്തില്ല. നമുക്ക് എന്തായാലും പോയി നോക്കാം. ബസ്സിൽ പോകാനാണ് എനിക്കിഷ്ടം. കാരണം ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബസ്സിൽ പോകാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. വാക്കിംഗ് സ്ട്രീറ്റൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത് ഭയങ്കര ഭംഗിയായിട്ടാണ് കേട്ടോ. അതെ അല്ലേ, പാർക്കിങ്ങിൻ്റെ സൈഡിൽ തന്നെ കിടിലമായിട്ട് കഫറ്റീരിയൊക്കെ സെറ്റ് ചെയ്ത്, കഫറ്റീരിയ മീൻസ് ചെറിയ കൂൾ ബാർ പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. വളരെ മനോഹരമായൊരു ലൊക്കേഷനാണ് സമർക്കന്ത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കേട്ടോ സമർക്കന്ത്. ഞാൻ തഷ്കന്തിൽ ഇറങ്ങാനായിട്ടാണ് ഇരുന്നത്. അപ്പം ഫ്ലൈറ്റ് ടിക്കറ്റ് റേറ്റ് കൂടുതലായതുകൊണ്ടാണ് ഞാൻ സമർക്കന്തിൽ ഇറങ്ങിയത്. എനിക്ക് സമർക്കന്തിനെ പറ്റി ഒരു വകയും അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ വേറെ ലെവൽ സ്ഥലം കേട്ടോ ഗൈസ്. ഇവിടുത്തെ ആംബിയൻസ്, ഇവിടുത്തെ ആൾക്കാർ, ഇവിടുത്തെ സ്ഥലങ്ങൾ ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്ത് ക്ലീൻ ആണെന്ന് നോക്കി, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു കിട്ടില്ല
കില്ലോൾസ്കി സ്ഥലം തന്നെയാണ് സമർക്കന്ത് കേട്ടോ. അതുപോലെ സ്ഥിരം ടാക്സിയിൽ യാത്രയാക്കാനും പറ്റില്ല. പിന്നെ യാൻഡെക്സ് ലാഭമാണ്, പക്ഷെ എന്നിരുന്നാലും നമുക്ക് സ്ഥിരം ടാക്സിയിൽ പോകാൻ അഫോർഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് കൂടിയാണേ. ആ ഓക്കെ, ഒരു മിനിറ്റ്. ഹലോ, ഹായ്, ഗൈസ് എങ്ങനെ ഉണ്ടെന്ന് പറ. ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ ഉസ്ബെക്കിസ്ഥാൻ ഗൈസ്. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് ആ ഒരു ബസ് സ്റ്റേഷനിലോട്ട് പോകുന്ന വഴിക്കാണ് 2-3 പേരെ കണ്ടത്. ഇവർക്ക് ഞാൻ പറയില്ല, ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവർ ചുമ്മാ പിടിച്ച് ചേർത്തി ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. എന്താ സംഭവം എന്ന് അറിയത്തില്ല. ഈ ഊക്കുന്നതാണോ സ്നേഹമുള്ളതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. അതെന്താണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യാം. പിന്നെ സജ്ജാദ് 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 ഹിന്ദുസ്ഥാൻ ഇന്ത്യ ഇന്ത്യ. അപ്പൊ ഒരു ഫോട്ടോ എടുപ്പിക്കാണ് കേട്ടോ. രാജ് കപൂർ ബോംബെ ഡൽഹി. ഐ എം ഫ്രം കേരള. സെൽഫി ലവ് ഉസ്ബെക്കിസ്ഥാൻ. താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ ബൈ. താങ്ക് യു. ഇവർക്ക് ഇന്ത്യക്കാരെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഈ ഉസ്ബെക്കികൾക്ക്. അത് എന്താ സംഭവം എന്നറിയില്ല. ഇനി പഴയ നമ്മൾ ഈ സോവിയറ്റ് യൂണിയനൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ അടിസ്ഥാനത്തിലാണോ അതോ ഇനി നമ്മളായിട്ടുള്ള എന്താ സംഭവം എനിക്ക് അറിയത്തില്ല. ഭയങ്കര കാര്യമാണ് ഇവർക്ക്. എന്താന്ന് ഒരു പിടി കിട്ടുന്നില്ല. പിടിച്ചു നിർത്തി ഫോട്ടോയൊക്കെ എടുക്കുക ഗൈസ്. എന്താ സംഭവം എന്നൊരു പിടുത്തമില്ല. പക്ഷെ നമുക്കതൊക്കെ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ ഒരു തുടക്കക്കാരനായിട്ടൊരു വ്ളോഗറാണ്. സോ നമുക്കതില്ലേ ഒരു ഭയങ്കര അനുഭവമാണ് കേട്ടോ. അതാണ് നമ്മൾ ഈ ഒരു യാത്രയ്ക്ക് തന്നെ ഇങ്ങനെ ഇറങ്ങി തിരിച്ചേക്കുന്നത്. ഒരുപാട് പൈസയും കാര്യങ്ങളൊന്നും കൈ വെച്ചിട്ടല്ല. ഇതുപോലെ ഓരോ രാജ്യങ്ങളിലും ഓരോ അനുഭവം, ചിലപ്പോഴത്തെ നല്ല അനുഭവം കാണും, ചിലത് മോശം അനുഭവം കാണും, സ്വാഭാവികമാണ്. പക്ഷെ എന്നിരുന്നാലും ഒരു സന്തോഷമല്ലേ, ഇതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഇനി എന്തൊക്കെ അനുഭവങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പോകും വഴി നോക്കാം കാര്യങ്ങളൊക്കെ. കണ്ടില്ലേ, അതെ ഇതാണ് സംഭവം. നമ്മളാ ഇന്ത്യയിൽ താജ്മഹൽ പോലെയാണ് ഇവിടെ ഈ ഉസ്ബെക്കിസ്ഥാനിലുള്ള ആൾക്കാർക്ക് ഈ ഒരു മ്യൂസിയം എന്ന് പറയുന്നത്. നിങ്ങൾക്കിതിൻ്റെ ഒരു കറക്റ്റ് ഒരു ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സംഭവത്തിൻ്റെ മോശമല്ലേ, ഇത് ഈ കാണുന്നുണ്ടോ, ഇതാണ് സംഭവം. കണ്ടില്ലേ, ഒരു പൊളി സംഭവം തന്നെ കേട്ടോ. എന്തായ ഭംഗിയാന്ന് നോക്കിയേ, അടിപൊളി അല്ലേ. ഞാൻ ഇത് ശരിക്കും ആദ്യം പള്ളിയാണെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഇത് പള്ളിയും കൂടി ആണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കറക്റ്റ് തന്നെ കാര്യങ്ങൾ അറിയത്തില്ല. നമസ്കാരം ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അതോ ഇത് ടൂറിസ്റ്റ് ഏരിയ മാത്രമാണോ എന്നൊന്നും കറക്റ്റ് അറിയില്ല. പക്ഷേ സംഭവം അടിപൊളിയാണ്, ഭയങ്കര ഭംഗിയായിട്ടുള്ള ലൊക്കേഷനാണ് ഗൈസ്, സൂപ്പർ. ഇത് ഇവിടെ ഒരു കല്യാണത്തിൻ്റെ ഒരു എന്താ പറയുക, മറ്റേ ഔട്ട്ഡോർ ഷൂട്ട് പോലൊരു സംഭവമാണ്. ഈ കല്യാണ പെണ്ണിനാണ് നിങ്ങൾ കാണുന്നത്. ഇവിടുത്തെ കല്യാണ പെണ്ണുങ്ങളൊക്കെ ഇടുന്ന ഡ്രസ്സ് കണ്ടോ, വലിയ ഫ്രോക്ക് പോലത്തെ സംഭവങ്ങളൊക്കെയാണ്. കണ്ടില്ലേ, അടിപൊളിയായിട്ടുണ്ടല്ലേ, കൊള്ളാം. ഇതൊരു ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ല, ഇവിടുത്തെ ഫേമസ് സ്ഥലമാണിത്. അവിടെ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ആൾക്കാർ വന്നത്. ഗൈസ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ. ഒരു രക്ഷയില്ല, കിടില റെയിൽവേ സ്റ്റേഷനാണിത്. ഇതാണ് സമർക്കന്ത് റെയിൽവേ സ്റ്റേഷൻ. കണ്ടോ, ഭയങ്കര ഭംഗിയില്ലേ, ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. പക്ഷേ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ 12:20 സമയം. 12:44 ട്രെയിൻ. ഇവിടെ അരമണിക്കൂറോ 1 മണിക്കൂറോ മുമ്പൊക്കെ റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെ എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ട്രെയിൻ കിട്ടുമെന്ന് അറിയത്തില്ല. എന്തായാലും ഞാൻ നോക്കട്ടെ, ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരാം കേട്ടോ, കാരണം ടൈം ഒട്ടുമില്ല. ബുക്കാറ No, 12:44 sharp. 110,000. Okay. It's normal class? Cheap class. Okay. ഇതാണ് ടിക്കറ്റ് കേട്ടോ. നമ്പർ 29 എന്നോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്, കോച്ച് നമ്പർ. എന്തായാലും അകത്തോട്ട് വിട്ടു. നമുക്ക് സമയം ഒട്ടുമില്ല. 12:44 ട്രെയിൻ. 1,50,000 രൂപയായി കേട്ടോ ടിക്കറ്റിന്. ഇതാണ് എൻട്രൻസ് എന്നാണ് തോന്നുന്നത് കേട്ടോ. ഈ റെയിൽവേ സ്റ്റേഷൻ നോക്കിയേ ഗൈസ്, എന്താ റെയിൽവേ സ്റ്റേഷനിലെ ഒരു രക്ഷയില്ല കേട്ടോ. ബേഡേ രസം, ബേഡേ ലുക്ക്. ഇതോ അടിപൊളി. ഫ്രണ്ടിലൊക്കെ നല്ല രീതിയിൽ ഇതേ ചെടികളും മറ്റു സാധനങ്ങളും ഒക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതാണ് എൻട്രൻസ് റെയിൽവേ സ്റ്റേഷൻ. നോക്കി എന്ത് ഭംഗിയായിട്ടല്ലേ ചെയ്തേക്കുന്നത്. ഇവിടെ ഭയങ്കര ക്ലീൻ ആൻഡ് നീറ്റാണ് ഗൈസ്. ഇവിടെ ഈ ഒരു സ്ഥലം ഉസ്ബെക്കിസ്ഥാൻ, ഞാൻ വന്ന സമർക്കന്ത് ഏരിയ. ഇതാണ് എൻട്രൻസ് കേട്ടോ. അപ്പോൾ നമ്മളിതാ റെയിൽവേ സ്റ്റേഷനിലകത്തേക്ക് കയറി. നമ്മളെ പ്ലാറ്റ്ഫോം ഏതാണ് എന്നൊന്നും അറിയത്തില്ല, നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഇതേ കണ്ടോ, 12:44 ട്രെയിൻ. ഇവിടെ ഷാർപ്പാണ് ടൈമൊക്കെ, പക്ക ഷാർപ്പാണ് കേട്ടോ. പ്ലാറ്റ്ഫോം നമ്പർ туда и потом сюда и наверх.
ഓക്കെ 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 താങ്ക് യു ആ ഇത് അണ്ടർഗ്രൗണ്ടിലൂടെയാണ് നമ്മളിപ്പോൾ പോണത്. കണ്ടില്ല എന്ത് ക്രൗഡഡ് ഒന്നും അല്ല, ആളുകൾ അങ്ങനെയൊന്നും അധികം ഇല്ല. ഇവിടെ 2 ട്രെയിനുണ്ട്, ഇതിൽ ഏതാണെന്ന് അറിയാൻ വയ്യ, നോക്കാം. Number 2. നെക്സ്റ്റ് വൺ. ഓക്കെ താങ്ക് യു. നെക്സ്റ്റ് വൺ ഓക്കെ. നമ്പർ 2. അപ്പോൾ എൻജിൻ്റെ തൊട്ട് പിന്നിലുള്ള കോച്ചാണ് കേട്ടോ. Kaç mı hava? 22. ആ No, no. ആ നോ 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 നത്തിങ്. No? Yeah, okay. ബിസിനസ് ക്ലാസ് ആണ് ഗൈസ്. It's piercing. What's it? 22. ഓക്കെ Yes. ഓക്കെ 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 Juju. ഓക്കെ താങ്ക് യു. ടിക്കറ്റ് എടുക്കണ്ടായിരുന്നു. നമ്മളെടുത്ത ടിക്കറ്റ് ബിസിനസ് ക്ലാസ് ആയിരുന്നു കേട്ടോ. ഇതിനകത്ത് മിണ്ടാൻ പറ്റൂല. അതെല്ലാം മിണ്ടാത്ത ആൾക്കാരാണ് ഗൈസ്. ബിസിനസ് ക്ലാസ് എടുത്തു പോയത് അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഉറങ്ങാൻ കുറച്ച്. ഗൈസ് ഇതാണ് വാഷ്റൂമിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. എനിക്കൊരു അബദ്ധം പറ്റി ഗൈസ്. എനിക്ക് അതിനകത്ത് ഒന്നും മിണ്ടാനോ എടുക്കാനോ ഒന്നും പറ്റുന്നില്ല. ഞാനപ്പോൾ ഇരുന്ന് ഉറങ്ങുമായിരുന്നു. പക്ഷേ സംഭവം അടിപൊളിയാണ് കേട്ടോ ഈ ബിസിനസ് ക്ലാസ് എന്ന് പറയുന്നത്. നിങ്ങളിപ്പം ഞാനിപ്പോൾ ഈ ബിസിനസ് ക്ലാസ്സിൽ ഇരിക്കുന്ന ഫുഡ് കഴിക്കുന്നത് നിങ്ങൾ വിചാരിക്കും ലക്ഷറി ട്രിപ്പാണെന്നൊക്കെ വിചാരിക്കും. ഗൈസ് ഒന്നുമില്ല, 1000 രൂപ നമ്മുടെ നാട്ടിൽ 1000 രൂപയ്ക്കാണ് നമുക്കിത് ഈ ബിസിനസ് ക്ലാസ്സിൽ ഇത്രയും നല്ല സെറ്റപ്പിൽ നല്ല സിറ്റിങ്ങും അതുപോലെ നല്ല ചാരി കിടന്ന് ഉറങ്ങാൻ പറ്റിയ നല്ല കിട്ടില്ല ചെയറും ഒരു രക്ഷയില്ല. കഴിച്ച സാധനം എല്ലാം കൂടി ആയാലും 1100 രൂപയാവുന്നുള്ളൂ. അത് ഈ ട്രെയിൻ ആയതുകൊണ്ട് 3.5 മണിക്കൂർ കൊണ്ടാണ് ഈ ബുക്കാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുന്നത്. ഏകദേശം 250 കിലോമീറ്റർ ഉണ്ട് സമർക്കന്ദിൽ നിന്ന്. നമ്മളെ ബുള്ളറ്റ് ട്രെയിൻ ആണെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് എത്തും ഈ 3.5 മണിക്കൂർ എന്ന് പറയുന്നത്. പക്ഷേ ഇതിപ്പോൾ ഞാനുള്ളത് നമ്മുടെ ഇതിൻ്റെ ബാത്റൂമാണ് കേട്ടോ. അതെ ഇതാണ് ബാത്റൂം. ഇവിടെ ഒരു വലിയ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളത് കണ്ടില്ലേ, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ്. വലിയൊരു മിററുണ്ട്. എന്താ നല്ല വൃത്തിക്കാണ് ഇവരെല്ലാം സൂക്ഷിക്കുന്നുണ്ട്. അത് നീറ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് സാധനം ഉണ്ട് കേട്ടോ. സാധനമുണ്ട് സാധനമുണ്ട്. അടിപൊളിയല്ലേ. ഇവിടെ യൂറോപ്യൻ പൊങ്ങോട് യൂറോപ്പ് ബ്രഷ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണെന്ന് തോന്നുന്നു ബ്രഷ് കേട്ടോ. കാലുകൊണ്ട് ചവിട്ടിയാൽ മതി. പിന്നെ ടിഷ്യൂ ആണ്. പിന്നെ ഇതിനകത്തൊന്നും മറ്റേ പൈപ്പ് ഉണ്ടാവില്ല കേട്ടോ. വെള്ളം അടിക്കാനുള്ള സാധനം അതിവിടെ വളരെ റെയറാണ്. നമ്മളെ ഹോസ്റ്റലിലും ഇല്ലായിരുന്നു. ടിഷ്യൂ പേപ്പർ ആയിരിക്കും. പിന്നെ നമ്മളെന്തെങ്കിലുമൊക്കെ എടുത്ത് വെള്ളമൊക്കെ എടുത്ത് പോകാന്നുള്ളേ ഉള്ളൂ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് സംഭവം. ബാത്റൂം കണ്ടില്ലേ, നൈസല്ലേ, അടിപൊളിയാണ്. ഇവിടെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെറ്റപ്പാണ് ഗൈസ്, ഒരു രക്ഷയില്ല. ഗൈസ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിങ്ങനെയാണ് ഉള്ളത് കേട്ടോ. ഞാനൊരു കൗതുകമായിട്ട് തോന്നിയിട്ട് കാണിക്കുന്നതാണ്. ഇത് നമ്മൾ കാര്യം സാധിച്ചിട്ട് ഇത് ഇവിടെ കണ്ടോ ഒരു ചവിട്ട് കൊടുക്കുക. സാധനം ചവിട്ട് പോയി ചവിട്ട് പോകും. കൊള്ളാല്ലേ സംഭവം. Bukhara. ഓക്കെ
ഗൈസ് അങ്ങനെ നമ്മൾ ബുക്കാറ റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. അതെ, ഇതാണ് നമ്മൾ വന്ന ട്രെയിൻ. കണ്ടോ, ഇതിന് ഷാർക്ക് എന്നാണ് പറയുന്നത് കേട്ടോ ഈ ട്രെയിന്. ഇപ്പോൾ ബുക്കാറ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എത്തേണ്ടതിലും ഒരു 20 മിനിറ്റ് മുന്നേ എത്തി ഗൈസ്. എത്തുന്നതിൽ 20 മിനിറ്റ് മുന്നേ എത്തി. ബുള്ളറ്റ് ട്രെയിനിൽ പോലും അല്ല നമ്മൾ വന്നത്, ഷാർക്കിലാണ് വന്നത്. ഷാർക്ക് ഇത്ര പെട്ടെന്ന് എത്തുമെങ്കിൽ ബുള്ളറ്റ് ട്രെയിൻ എന്തുമായിരിക്കും ഗൈസ്, ആലോചിച്ച് നോക്കി. അത് ബുള്ളറ്റ് ട്രെയിനാണ് കേട്ടോ. അത് ഇപ്പുറത്തെ ട്രാക്കിൽ കിടക്കുന്ന ഇവിടെ ഒരുപാട്, ഇതൊരു വലിയ സ്റ്റേഷനാണ് കേട്ടോ ബുക്കാറ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഒരു മെയിൻ സ്ഥലമാണ് ഉസ്ബെക്കിസ്ഥാനിൽ തന്നത്. ഒരുപാട് ആളുകൾ, നമ്മൾ അവിടെ നിന്ന് കയറിയപ്പോൾ ഒട്ടും ക്രൗഡഡ് അല്ലായിരുന്നില്ലേ. ഇത് ഇവിടെ തന്നെ നോക്കി, ഇവിടെ എത്തിയപ്പം എന്തോരം ക്രൗഡഡ് ആണെന്ന് നോക്കിയേ. ഇവിടെ ഒരുപാട് ടാക്സിക്കാരൊക്കെ ആയിരിക്കും പുറത്ത് നിൽക്കുന്ന. നമ്മളന്ന് എയർപോർട്ടിൽ പുറത്തിറങ്ങിയപ്പോൾ കണ്ടില്ലേ, അതുപോലെ കള്ള ടാക്സികളൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. കാരണം ഇത് ടൂറിസ്റ്റുകൾ വരുന്ന മെയിൻ സ്ഥലങ്ങളാണ് ഈ ബുക്കാറ, തഷ്കന്ത്, അതുപോലെ സമർക്കന്ത്, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. പിന്നെ എനിക്കറിയാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇത് കണ്ടില്ലേ, ടാക്സിയാണ്. ഇനി ഇവിടെ ഇനി ഒരു ഹോസ്റ്റൽ കണ്ടെത്താം ഗൈസ് നമുക്ക്. എനിക്കാണെങ്കിൽ ഒരു ഐഡിയ ഇല്ല. നോ 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 ഞാൻ അറിയാതെ. നോ 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 ബ്രോ, നോ താങ്ക് യു. നമുക്ക് ടാക്സി എടുക്കണ്ട, കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഇതിവരെ റേറ്റ് കൂടുതലാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഞാനിപ്പോഴും പറയുവാണ്, നിങ്ങൾ ഇതേപോലെ ഇറങ്ങുമ്പോൾ ആൾക്കാർ ഇതേപോലെ ടാക്സി ചോദിച്ച് കാണും. പക്ഷേ നിങ്ങൾ എടുക്കരുത്. യാൻഡെക്സ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, പോവുക. ഇവർ മിനിമം പൈസ $5 വാങ്ങിക്കുന്നത് അടുത്ത് പോകുന്നതിന്. അന്ന് നമുക്ക് അനുഭവം ഉള്ളതാണ് കേട്ടോ. നമ്മൾ കയറിയില്ല, ആൾക്കാർ പറഞ്ഞിങ്ങനെ കയറിയില്ല, അവർ എമൗണ്ട് പറഞ്ഞ് നിങ്ങൾ കണ്ടില്ലേ ഫസ്റ്റ് എപ്പിസോഡിൽ ഉസ്ബെക്കിസ്ഥാനിൽ എത്തിയ സമയത്തുള്ളത്. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. ഇതേ അത്യാവശ്യം ക്രൗഡഡാണ് കേട്ടോ. നമ്മളന്ന് സമർക്കന്ത് എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിട്ട് പോയപ്പോൾ പോലും ഇത്രയും ക്രൗഡഡ് അല്ലായിരുന്നു കേട്ടോ. അവിടെ ഒട്ടും വളരെ ആളുകൾ കുറവുള്ളൊരു സ്ഥലമാണ് കേട്ടോ സമർക്കന്ത്. അതുകൊണ്ട് തന്നെ ഭയങ്കര രസമാണ്. ടാക്സി 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 എന്നല്ലോ ഗൈസ് ഇവിടെ മൊത്തം. നമുക്ക് $6 നമ്മൾ അവിടെ താമസിച്ചിരുന്നത് കേട്ടോ ഒരു ദിവസം. നമുക്ക് അതുപോലുള്ള $6-5 ഏതെങ്കിലും ഒരു നല്ല ഹോസ്റ്റൽ കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കാം. എന്താ പറയുക, നമുക്ക് ആ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിലായിരുന്നെങ്കിൽ കുറച്ചും കൂടി പൈസ കുറഞ്ഞിരുന്നേനെ കേട്ടോ. ശരിക്കും ലോക്കൽ കമ്പാർട്ട്മെൻറ്റ് എടുക്കേണ്ട ആവശ്യമുള്ളൂ, ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. എന്നിരുന്നാലും കുഴപ്പമില്ല, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇതെല്ലാം ടാക്സികളാണ് കണ്ടില്ലേ. ഷെവർലെറ്റ് വണ്ടിയുടെ കളികളാണ് ഇവിടെ കേട്ടോ. ഇഷ്ടം പോലെ ഷെവർലെറ്റ് വണ്ടികളാണ് ഇവിടെ. എന്താ ഉണ്ട് സുഖമാണോ? സുഖം, ഓക്കെ ഓക്കെ, സുഖമാണ് കേട്ടോ. മലയാളം ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് ഗൈസ്. മലയാളത്തിൽ ഉസ്ബെക്കിലാണ് നമ്മൾ നോക്കിയത്. ഇവിടെ നമുക്ക് പോകാൻ പറ്റിയ അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ടോ? പോകാം, നമുക്ക് പോകാം. എൻ്റെ നമ്മൾ പോണ കാര്യമല്ലല്ലോ അളിയാ പറഞ്ഞത്. ഹിന്ദുസ്ഥാൻ എല്ലാവരും ഇതാ ചോദിക്കുന്നത്, പാകിസ്ഥാനാണോ ഹിന്ദുസ്ഥാനാണോ എന്നാണ് ചോദിക്കുന്നത്. നമ്മളെ കാണുമ്പോൾ തന്നെ അത് തന്നെ ചോദിക്കുന്നത്. കാരണം ഇവിടെ കൂടുതൽ വരുന്നത് അവിടുന്ന് തന്നെ തോന്നുന്നുണ്ട് ആൾക്കാർ. അമിതാഭ് ബച്ചൻ, രാജ്കുമാർ, കുറെ പേർക്ക് കൂടെ രാജ്കുമാറിനെ അറിയാൻ കഴിയും. ആരാണ് ഈ രാജ്കുമാർ? എനിക്കറിയത്തില്ല ശരിക്കും, സത്യം പറയാമല്ലോ. കുറെ പേർക്ക് കൂടെ രാജ്കുമാർ നിങ്ങൾ കണ്ടില്ലേ ഈ എപ്പിസോഡിൽ തന്നെ. ഫസ്റ്റ് അവർ പറഞ്ഞ കഴിഞ്ഞ എപ്പിസോഡ് എല്ലാവരും രാജ്കുമാർ എന്നാണ് പറയുന്നത്. ഷാറൂഖ് ഖാനെ പറയുന്നതിനേക്കാളും അമിതാഭ് ബച്ചനെ പറയുന്നതിനേക്കാളും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വർക്ക് ചെയ്യത്തില്ല ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്ററെ. അമ്മമാർക്ക് നമ്മൾ മെമ്പർഷിപ്പ് എടുത്ത് കാശ് കൊടുത്താലേ അവർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. എന്താ ചെയ്യുക? പിന്നെ ഇതുപോലുള്ള കൺട്രികളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് എങ്ങനെ യാത്ര ചെയ്ത് നല്ലൊരു ട്രാവൽ ഹിസ്റ്ററിയൊക്കെ ഉണ്ടാക്കാം. ഒരുപാട് കാര്യങ്ങളുണ്ട് ഗൈസ്. കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വഴി പറഞ്ഞുതരാം. നമ്മൾ ഈ സെൻട്രൽ ഏഷ്യയിൽ തന്നെ ഒരു ട്രാവൽ ഹിസ്റ്ററി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഏഷ്യൻ കൺട്രീസിൽ പോയി നമുക്ക് പോകാൻ പറ്റുന്ന, നമ്മുടെ പാസ്പോർട്ടിന് പോകാൻ പറ്റുന്ന രാജ്യങ്ങളിലൊക്കെ പോയി ട്രാവൽ ഹിസ്റ്ററി ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കത് ഫ്യൂച്ചറിൽ ഒരുപാട് രീതിയിൽ ഗുണങ്ങൾ ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് വെക്കേഷൻ കിട്ടുമ്പോഴും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീക്കെൻഡ്സും അല്ലെങ്കിൽ മന്ത് എൻഡിലോ ഒക്കെ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. ഇപ്പോൾ UAE-യിലുള്ളവർക്കൊക്കെ ഈസി ആയിട്ട് വരാം ഉസ്ബെക്കിസ്ഥാന്. നല്ല റേറ്റ് കുറവാണ്. വിസ എയറിൻ്റെ സർവീസ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിട്ട് വരാൻ പറ്റും കേട്ടോ. നല്ല ചിലവ് കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, തുർജിക്കിസ്ഥാൻ അവിടെ ഈ 4 കൺട്രി പോകുമ്പോൾ 4 രാജ്യമായില്ലേ. അതുപോലെ തന്നെ ശ്രീലങ്ക, തായ്ലാൻഡ്, ഇതെല്ലാം ഓൺ അറൈവൽ വിസ, പിന്നെ വിസ ഫ്രീ ഉള്ള കൺട്രികളുണ്ട്. ഇപ്പോൾ റഷ്യയിൽ ഈ വിസ എടുത്ത് പോകാം നമുക്ക് 16 ദിവസത്തേക്ക്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ അതൊരു ഹിസ്റ്ററി ഉണ്ടാക്കുമ്പോൾ നമുക്കത് പിന്നെ അത് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും. പല സ്ഥലങ്ങളിൽ പോകാനായിട്ട് യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ പോകാൻ ആഗ്രഹമുള്ളവരല്ലേ നമ്മളെല്ലാവരും. ആരാണ് ആഗ്രഹമില്ലാത്തത് അല്ലേ?
ഗൈസ് അങ്ങനെ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ഇതേ കണ്ടില്ല, ഇതാണ് റുമി ഹോട്ടൽ. ഇതേ ഇവിടെ ഒരു ബോർഡുണ്ട്. നമ്മൾ റുമി ഹോട്ടലിൻ്റെ ഇതാണെന്ന് തോന്നുന്നു ബിൽഡിങ് കേട്ടോ. ഈ ഭാഗത്ത് ഇവിടെ ഭയങ്കരമായ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. അതാ ഒരു പാർക്കിംഗ് അവൈലബിൾ എന്നൊക്കെ പറഞ്ഞ് booking.com-നകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നേ. അതേ കണ്ടില്ലേ, ഇതാണ് റുമി ഹോട്ടൽ. നമ്മൾ ഹോട്ടലിനകത്തേക്ക് കയറാൻ പോവുകയാണ്. നല്ലതാണ് എന്തോ. ഇത് കുറച്ചും കൂടി ഒരു ഓഫായിട്ടുള്ളൊരു ഏരിയയാണ്. നമ്മൾ നിന്ന സമർക്കന്ത് എന്ന് പറഞ്ഞ ഏരിയ എന്ന് പറഞ്ഞാൽ സിറ്റി ലൈഫും പിന്നെ അതുപോലെ വേറൊരു വൈബ് സ്ഥലമായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി പഴയ ഒരു സ്ഥലം കേട്ടോ. കുറച്ചുകൂടി പഴയ ഒരു സ്ഥലം. അത് കണ്ടില്ലേ, ആ കെട്ടിടങ്ങളും ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, നമുക്ക് എന്തായാലും അകത്തേക്ക് പോവാം. ഇതാണ് റുമി ഹോട്ടൽ. ഹായ്, ഓക്കെ. How can I help you? I have a booking. Yeah. Okay, let me see the room. You want to see the room? Ah. The dorm? Yeah. Reservation in the dorm? Just a moment. Okay, fine. കണ്ടില്ലേ, ഫ്രിഡ്ജ്, 2 ഫ്രിഡ്ജ്. ഹായ്, Where are you from? ഐ ആം ഫ്രം ഇന്ത്യ. Where in India in Kerala. You? Kerala? I'm from Mumbai. Mumbai. Nice to meet you. You are staying here or you are? Yeah, I'm staying here from last 2 days. Last 2 days you are. Tonight I'll be leaving for Khiva. Khiva. Where is Khiva? It's around. It's on the west side of Uzbekistan. It's a village area or something? Yeah, it's kind of. Kind of village? Yes. It's a nice. Around 350-400 kilometers. From here. How you are going through I train? booked my train ticket. Okay, nice to meet you. I will come back. Okay. Yeah. Please carry on. Yes. Nice ആണ് കേട്ടോ. സംഭവം നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഒരു ഭംഗിയുള്ളൊരു ഹോസ്റ്റൽ കേസ്. ശരിക്കും 1 ലക്ഷം രൂപ കേട്ടോ. 1 ലക്ഷം രൂപയുടെ റൂമാണ് നമ്മളിന്ന് താമസിക്കാൻ പോകുന്ന ഹോസ്റ്റൽ എന്ന് പറയുന്നത്. 1 ലക്ഷം രൂപ എന്ന് പറയുമ്പം $8 കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് നിർത്തുവാണ്. അപ്പോൾ ഇതാണ് സംഭവം, ഈ ഒരു ഹോസ്റ്റൽ എന്ന് പറയുന്നത്. ഞാൻ നല്ല രീതിയിൽ അടുത്ത എപ്പിസോഡിൽ കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. നമ്മുടെ ട്രെയിൻ യാത്രയും നമ്മുടെ ട്രാൻസ്ലേഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കട്ടയ്ക്ക് കൂടെ വയ്ക്കുക. ബൈ, ടേക്ക് കെയർ.